ഉപഭോക്താക്കളുടെ അവകാശം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പൊന്നാനിയിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്തി. കച്ചവട സ്ഥാപനങ്ങളിൽ അമിതവില ഈടാക്കുക, അളവ് തൂക്കത്തിൽ കൃത്രിമം നടത്തുക, ശുചിത്വമില്ലാത്ത ഭക്ഷണം വിതരണം ചെയ്യുക എന്നിവ കണ്ടെത്തി നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായായിരുന്നു പരിശോധന. പൊന്നാനി നഗരസഭ ആരോഗ്യ വിഭാഗം, ലീഗൽ മെട്രോളജി, സിവിൽ സപ്ലൈസ് എന്നീ വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തിയത്. പരിശോധന നടത്തിയ ഭൂരിപക്ഷം ഇറച്ചിക്കടകളിലും നിയമം പാലിക്കാതെയാണ് വിൽപ്പന നടത്തുന്നതെന്ന് ലീഗൽ മെട്രോളജി വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. വില നിലവാരം പ്രദർശിപ്പിക്കാത്തതും അമിതവില ഈടാക്കുന്നതുമായി കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ സിവിൽ സപ്ലൈസ് നടപടി സ്വീകരിക്കും. ശുചിത്വമില്ലാത്തതും വൃത്തിഹീനവുമായി കണ്ടെത്തിയ ഹോട്ടലുകൾക്കെതിരെ ആരോഗ്യ വിഭാഗവും നടപടിയെടുക്കും. സർക്കാർ സർക്കുലർ പ്രകാരം കഴിഞ്ഞ പെരുന്നാളിനോടനുബന്ധിച്ച് നഗരസഭയിൽ മേൽപ്പറഞ്ഞ 3 വകുപ്പുകളിൽ യോഗം ചേർന്നിരുന്നു. പൊതുജന പരാതികൾ സ്വീകരിക്കാൻ 3 വകുപ്പുകളും വാട്സാപ്പ് നമ്പറുകളും നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിജു ആനൂർ, സംഗീത, വിജിൻ, വിവേക്, പവിത്രൻ, സിവിൽ സപ്ലൈസ് റേഷനിംഗ് ഇൻസ്പെക്ടർ നിസാം, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ PA ഇസ്മായിൽ, ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് മനോജ് കുമാർ എന്നിവർ സ്ക്വാഡിന് നേതൃത്വം നൽകി. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ്, പൊന്നാനി മുനിസിപ്പാലിറ്റി ഹെൽത്ത് വിഭാഗം ഏകദേശം 10ഓളം ഇറച്ചി വിൽപ്പന കടകളിൽ പരിശോധന നടത്തി. അപ്പോൾ അതിൽ അളവൂക്കവുമായിട്ട് ബന്ധപ്പെട്ട് സീൽ ചെയ്യാത്ത മെഷീനുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള പേപ്പറുകളുമായി തൊട്ടടുത്ത ദിവസം തന്നെ പൊന്നാനി ലീഗൽ മെട്രോളജി ഓഫീസിൽ ഹാജരാവാനായിട്ട് കടയുടമകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട മേഖല സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടീസ് നോട്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹെൽത്ത് വിഭാഗവും അതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശുചിത്വ നിലവാരം ആരോഗ്യ വിഭാഗം പരിശോധിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളായി വരുന്ന വില നിലവാരം, അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ അളവ് തൂക്കം, അതും കൂടി പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു സംയുക്ത പരിശോധന നടത്തിയിട്ടുള്ളത്. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.